Yo, hello guys and people, it's me Akim. Malayalam ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റൊരു മെയിൽ ഐഡിയിൽ എത്ര യൂട്യൂബ് ചാനൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഒരു മെയിൽ ഐഡിയിൽ മോർ ദാൻ 1 യൂട്യൂബ് ചാനൽസ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. അധികം ഡിലേ ഇല്ലാതെ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാൻ പോകുന്നതിന് മുൻപ് ചാനൽ കാണാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഗൈസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് 2-3 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ബ്രൗസറാണ് ഓപ്പൺ ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ബ്രൗസറും ഞാനിപ്പോൾ ഇൻബിൽഡ് ഫോണിൻ്റെ തന്നെ ബ്രൗസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് യൂട്യൂബ് സൈറ്റിലേക്കാണ് പോയേക്കുന്നത്. അപ്പോൾ യൂട്യൂബ് സൈറ്റിലേക്ക് പോയി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ്, അതായത് നമ്മുടെ ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് കയറാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മുടെ ഇൻബിൽഡ് ബ്രൗസറിലും ഉണ്ടാവും, നമ്മുടെ ക്രോമിലും ഉണ്ടാവും. അപ്പോൾ എനിക്ക് ക്രോമിനേക്കാളും കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയത് എൻ്റെ ഇൻബിൽഡ് ബ്രൗസറിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇൻബിൽഡ് ബ്രൗസർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് MI ബ്രൗസറാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, അതിൽ ഡെസ്ക്ടോപ്പ് മോഡ് എനേബിൾ ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പ് മോഡ് എനേബിൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ ഒരു മൂന്ന് ഐക്കണ്ട് ഇതും ഒരു ലൈൻസും കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ കഴിയും. ഇൻകോഗ്നിറ്റോ മോഡ്, നൈറ്റ് മോഡ്, റെഡ്യൂസ് ഡാറ്റ യൂസേജ്, ഡെസ്ക്ടോപ്പ് മോഡ്, സേവ് പേജ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ ഡെസ്ക്ടോപ്പ് മോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ലൈഡർ നിങ്ങൾക്ക് എനേബിൾ ചെയ്തിടാം. അപ്പോൾ എനേബിൾ ചെയ്തിട്ട് കഴിയുമ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പ് മോഡായിരിക്കും എനേബിൾ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഡെസ്ക്ടോപ്പ് മോഡിലാണ് നമ്മളിപ്പോൾ കറൻ്റ്ലി ഉള്ളത്. അപ്പോൾ നമ്മൾ അതിന് ശേഷം നമ്മുടെ മൈ ചാനൽ അഥവാ നമ്മുടെ ചാനലിൻ്റെ ആ ഒരു ഐക്കൺമ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് യുവർ ചാനൽ എന്ന് പറഞ്ഞാൽ ആ ഒരു വിൻഡോയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു വിൻഡോയിലേക്ക് പോകാം. ആ ഒരു വിൻഡോയിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ചാനൽ സെറ്റിങ്സ്, ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഹോം പേജിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഈ 3 സ്ലൈഡർ കാണാൻ കഴിയും. അതുമ്പോൾ പിടിച്ച് ഞെക്കിയിട്ട് ഇങ്ങോട്ട് റൈറ്റിലേക്ക് വലിക്കുക. അങ്ങോട്ട് റൈറ്റിലേക്ക് വലിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയും ഓരോരോ ഐറ്റംസ്, അതായത് ഓരോരോ സെറ്റിങ്സ്, അതിൻ്റെ ഓരോ ചാനൽ ഫീച്ചേഴ്സൊക്കെ കാണാൻ കഴിയും. അപ്പോൾ അതിൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് പോകാം. ഗൈസ്, ഇപ്പോൾ നമ്മുടെ സെറ്റിങ്സ് ടാബ് ഓപ്പൺ ആയിരിക്കുകയാണ്. സെറ്റിങ്സ് ടാബ് ഓപ്പൺ ആയി കഴിയുമ്പോൾ ആഡ് ഓർ മാനേജ് യുവർ ചാനൽസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ഒരു അക്കൗണ്ട് വെച്ച് തന്നെയാണ് ഞാൻ ഇതിന് മുമ്പും കഴിഞ്ഞൊരു PC വേർഷൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് ഞാൻ ഈ ഒരു സെയിം അക്കൗണ്ട് വെച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും 1 2 3 4 5 6 7 8 9 ഓക്കെ 9 അക്കൗണ്ട് ആ ഒറ്റൊരു മെയിൽ ഐഡിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും ഒരു ക്രിയേറ്റ് ന്യൂ ചാനൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ചാനൽ അക്കൗണ്ട് നെയിം എന്ന് പറഞ്ഞു വരും. അപ്പോൾ നമുക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇത്രയും ചാനൽസ് ക്രിയേറ്റ് ചെയ്തത് കാരണം നമുക്കിപ്പോൾ ഒരു വെരിഫിക്കേഷൻ പ്രോബ്ലം വെരിഫൈ ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഇതിന് മുൻപ് 9 അക്കൗണ്ട്സ് അടുത്ത് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, പുതിയൊരു മെയിൽ ID ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം തന്നെ സാധാരണ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോൺ നമ്പറൊക്കെ അടിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മുടെ വെരിഫിക്കേഷൻ കോഡ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പ്രോസസ്സിങ് എന്നാണ് അതിൻ്റെ ആ ഒരു ഡയലോഗ് ബോക്സ് വന്നിരിക്കുന്നത്, അതിൻ്റെ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് കറൻ്റ്ലി. അപ്പോൾ നമ്മുടെ പ്രോസസ്സിങ് കഴിഞ്ഞ് നമ്മുടെ യൂട്യൂബിൻ്റെ ലോഗോ വീണ്ടും മേളിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലോഡിങ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പേജ് ലോഡാവാൻ ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പുതിയ യൂട്യൂബ് ചാനൽ നമ്മൾ ക്രിയേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫോണിലും സെയിം പ്രോസസ്സ് തന്നെയാണ്, നമ്മുടെ PC-യിലെ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺസിലും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഒരു അക്കൗണ്ടിൽ, ഒരു മെയിൽ IDയിൽ മോർ ദാൻ 1 യൂട്യൂബ് അക്കൗണ്ട്സ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുമ്പോൾ ഇപ്പോൾ ഇത് 10ാമത്തെ അക്കൗണ്ടാണ് ഒറ്റൊരു മെയിൽ IDയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം മോർ ദാൻ 1 എന്തായാലും ക്രിയേറ്റ് ചെയ്യാം. 10 എണ്ണം ഒറ്റൊരു മെയിൽ IDയിൽ, വേറെ സ്പെഷ്യൽ മെയിൽ ID അല്ല, നമ്മൾ സാധാരണ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു മെയിൽ IDയിൽ തന്നെ നമുക്ക് 10 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ക്രിയേറ്റും ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു ടിപ്പും അല്ലെങ്കിൽ അഥവാ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ, നിങ്ങളുടെ ഇതിലേക്ക് എത്തിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്.